my YouTube channel Trinity Voice. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗസിയോനിൽ ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗസിയോനിൽ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി 13-8 വാക്യം. ജനസിസ് ചാപ്റ്റർ 13 വേർഡ്സ് 8. അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്ക് നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. And Abram said unto Lot, let there be no strife, I pray thee, between me and thee, and between my herdman and thy herdman, for we brethren. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്ക് വാറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ റീസൺ ഗോഡ് കൺസിഡേർഡ് ജോബ് ആൻഡ് ഡേവിഡ് ഈസ് ക്ലോസ് ഫ്രണ്ട്. വാട്ട് വാസ് ദാറ്റ് ദേ വാല്യൂഡ് ഹിസ് വെയർ above everything else, and they thought about it continually thought out the day. Job admitted, I have treasured the words of his mouth. Oh, how I love you, Lo. I meditate on it all day long. They were constantly in my thoughts. I cannot stop thinking about them. Friends share secrets, and God will share His secrets with you if you develop the habit of thinking about His word throughout the day. God told Abraham His secrets, and He did the same with Daniel, Paul, the disciples, and other friends. When you read your Bible or hear a sermon or listen to a tape, don't just forget it and walk away. Develop the practice of reviewing the truth in your mind. Think about it over and over. The more time you spend reviewing what God has said, the more you will understand the secrets of this life that most people miss. Third session, Proverb or സദൃശവാക്യങ്ങൾ. Proverbs chapter 12 verse 15. സദൃശവാക്യം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത് വാക്യം. ഫോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ട് അനുസരിക്കുന്നു. ദ വേ ഓഫ് എ ഫൂൾ ഈസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്, ബട്ട് ഹി ദാറ്റ് ഹിയർക്കനത്ത് അൻടു കൗൺസിൽ ഈസ് വൈസ്. ഫോർത്ത് സെഷൻ, മത്തായി ഓർ മാത്യു ചാപ്റ്റർ 5 വേർഡ്സ് 20. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. For I say unto you that except your righteousness shall exceed the righteousness of the scribes and Pharisees, ye shall in no case
enter into the kingdom of heaven. ഫിഫ്ത്ത് സെഷൻ നോക്കാം. യേശു പറഞ്ഞ ഉപമകൾ. ശരി, ചോദ്യങ്ങൾക്കുത്തരമായിട്ടോ കേൾവിക്കാർ ചിന്തിക്കുന്നതിനായിട്ടോ യേശു മിക്കപ്പോഴും ഉപമകൾ പറയുമായിരുന്നു. ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരാത്തവരോടാണ് ഈ കഥകൾ അത്രയും പറയുമായിരുന്നത്. ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നുവെന്നും അവർ അറിയണമെന്ന് യേശു ആഗ്രഹിച്ചു. അവർ ദൈവാലയത്തിലേക്ക് മടങ്ങി വരണമെന്നും യേശു ആഗ്രഹിച്ചു. ദൈവത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു അത്. നഷ്ടപ്പെട്ടു, കണ്ടെത്തി. നഷ്ടമായ ആട്. ലൂക്കോസ് 15:1-7 വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പലസ്തീനിലെ പാറക്കെട്ടുകൾക്കിടയിൽ ആടുമാടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സാധാരണമായിരുന്നു. ബുദ്ധിമാന്മാരായ ഇടയന്മാർ അവയെ കണ്ടെത്തുകയും ചെയ്യും. എങ്കിലും ഗ്രാമീണരുടെ വകയായിരിക്കും ഈ ആടുകൾ. നഷ്ടപ്പെട്ട ഒരാടിനെ ഇടയൻ തിരികെ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. ഒരിക്കൽ യേശു ഒരു വലിയ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ കരംപിരിവുകാരും പാപികളുമെല്ലാം ഉണ്ടായിരുന്നു. പരീശന്മാരും വേദജ്ഞരും ഇത് കണ്ട് പിറുപിറുക്കുവാൻ തുടങ്ങി. ഈ മനുഷ്യൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് യേശു ഈ ഉപമ അവരോട് പറഞ്ഞത്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അവയിലൊന്ന് നഷ്ടമായാൽ ആ ഇടയൻ എന്തു ചെയ്യും? 99 അവിടെ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തിരഞ്ഞ് പോകും. അതിനെ കണ്ടെത്തുമ്പോൾ അവന് വളരെ സന്തോഷം തോന്നും. ആടിന് തോളിലേന്തി ഇടയൻ വീട്ടിലെത്തും. എന്നിട്ട് സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചു പറയും, എന്നോടുകൂടി ആഹ്ലാദിക്കുക, കാരണം എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ ദുഷ്ടവഴികളിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് തിരിയുമ്പോൾ സ്വർഗത്തിലേറെ സന്തോഷം ഉണ്ടാകും. ഇനി നമുക്ക് കണ്ടന്റ് അല്ലെ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ്. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, എനിക്കും നിനക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ എന്ന് പറഞ്ഞു. ആൻഡ് അബ്രഹാം സെഡ് unto Lot, let there be no strife, I pray thee, between me and thee, and between my herdman and thy herdsman, for we brothers. സെക്കൻഡ് സെഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഉള്ളടക്കത്തിൻ്റെ ഒരു ഭാഗം. ഫ്രണ്ട്സ് ഷെയർ സീക്രറ്റ്സ് ആൻഡ് ഗോഡ് വിൽ ഷെയർ ഹിസ് സീക്രറ്റ്സ് വിത്ത് യു ഇഫ് യു ഡെവലപ്പ് the habit of thinking about his word. Throughout the day, God told Abraham his secret, and he did the same with Daniel, Paul, the disciples and other friends. Third session, proverb or സദൃശവാക്യങ്ങൾ. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. The way of a fool is right in his own eyes, but he that hearkeneth unto counsel is wise. Fourth session, മാത്യു or മത്തായി. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയിൽ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. For I say unto you that except your righteousness shall exceed the righteousness of the scribes and Pharisees, ye shall in no case enter into the kingdom of heaven. എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.